നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണയിൽ വൻ സ്വർണ്ണ കവർച്ച. ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്നു. സ്കൂട്ടറിൽ പോവുകയായിരുന്ന MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത്. രാത്രി 9 മണിയോടെയാണ് സംഭവം. ജൂബിലി ജംഗ്ഷൻ സമീപത്ത് വെച്ചാണ് മഹീന്ദ്ര കാറിലെത്തിയ സംഘം സ്കൂട്ടറിനെ ഇടിച്ചു വീഴ്ത്തിയത്. കേസിൽ 4 പേരെ പോലീസ് പിടികൂടി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻ ലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തപ്പള്ളി സ്വദേശികളായ സതീശൻ, ലിഗിൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മോഷ്ടിച്ച സ്വർണം കിട്ടിയിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് വിവരം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിലുള്ള സംഘം പിന്തുടരുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ജ്വല്ലറി മുതൽ തന്നെ കാറ് പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് സംഘം പ്രവർത്തിച്ചത്. വീട്ടിലെത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ആക്രമണമുണ്ടായത്. സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി നിലത്ത് വീണവരുടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചു. അതിനുശേഷം കൈവശമുണ്ടായിരുന്ന സ്വർണ്ണമടങ്ങിയ ബാഗും സ്കൂട്ടറിൻ്റെ ഡിക്കിയിലുണ്ടായിരുന്ന ബാഗും കൊള്ളയടിക്കുകയായിരുന്നു. 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ജ്വല്ലറി ഉടമ പറയുന്നത്. ആക്രമിച്ച 3 പേരും മുഖംമൂടിയും ധരിച്ചിരുന്നു. കവർച്ചയും സ്വർണ്ണവിലയും കൂടിയതോടെയാണ് ഇവർ സ്വർണം ദിവസേന വീട്ടിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത്. രാവിലെ വീണ്ടും ഷോപ്പിലേക്ക് കൊണ്ടുപോകും. ഈ വിവരം മനസ്സിലാക്കിയെത്തിയ സംഘമാണ് കൊള്ള നടത്തിയതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.